വിവാദങ്ങൾക്ക് വഴിവെച്ച മാസപ്പടി കേസിൽ എംഎൽഎ മാത്യു കുഴൽനാടന് തിരിച്ചടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത്. കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. എന്നാൽ വിശദമായ വാദം കേട്ട ശേഷം ആവശ്യം തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കഴിഞ്ഞ മാസമാണ് കുഴൽനാടൻ നിലപാട് മാറ്റിയത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നതിനു പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നായിരുന്നു ആവശ്യം. മാത്യു കുഴൽനാടന്റെ നിലപാട് മാറ്റത്തെ കോടതി വാക്കാൽ വിമർശിച്ചിരുന്നു. ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്ന് കുഴൽനാടനോട് കോടതി നിർദ്ദേശിച്ചു. നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. CMRLന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്സിന് പണം നൽകിയത് എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആദ്യം കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം. എന്നാൽ പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് നിലപാടെടുക്കുകയായിരുന്നു. കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ കുഴൽനാടൻ വിവിധ രേഖകൾ ഹാജരാക്കി. കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന 5 രേഖകളായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവുമില്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂഷൻ കോടതിയിൽ ധരിപ്പിച്ചത്. തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് CMRL ഭൂമി വാങ്ങിയിരുന്നു. എന്നാൽ ഖനനാനുമതി ലഭിച്ചിരുന്നില്ല എന്നും പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് ശശിധരൻ കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഹർജിയിലെ ആരോപണം. അതിനുശേഷമാണ് മകൾ വീണ വിജയന് മാസപ്പടി ലഭിച്ചത് എന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ കോടതി ഇതിൽ വിധി പറയാനിരിക്കെ മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റി. തെളിവ് കൈമാറണമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും മാത്യു ആവശ്യപ്പെട്ടു. ഇതോടെ കോടതി വേണോ വിജിലൻസ് വേണോ എന്ന കാര്യത്തിൽ ആദ്യം ഹർജിക്കാരൻ തീരുമാനമെടുക്കണമെന്ന് കോടതി പറഞ്ഞു. ഇതിന് പിന്നാലെ കോടതി മതിയെന്ന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ അറിയിച്ചു. ഇതോടെ കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. പിണറായിക്കും മകൾക്കും പുറമെ CMRL ഉടമ SN ശശിധരൻ കർത്ത, CMRL, KMRL, ഇന്ത്യൻ റെയിൽ അഡ്സ്, എക്സാലോജിക്സ് എന്നിവരാണ് എതിർകക്ഷികൾ. അതേസമയം 2018 വെള്ളപ്പൊക്കത്തിന്റെ മറവിൽ കുട്ടനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖത്ത് നിന്ന് ഉദ്ദേശ്യം 2000 കോടി രൂപ വിലയുള്ള ദശലക്ഷക്കണക്കിന് ടൺ ഇൽമനൈറ്റും 85,000 ടൺ റൂട്ടയിലും ഖനനം ചെയ്തുവെന്ന് ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞിരുന്നു. സർക്കാർ അധീനതയിലുള്ള KMMLന് ഖനനാനുമതിയെങ്കിലും KMMLൽ നിന്ന് ക്യൂബിക്കിന് വെറും 464 രൂപ നിരക്കിൽ CMRL ഇവ സംഭരിക്കുന്നതായും ഹർജിയിൽ കൂട്ടിച്ചേർത്തിരുന്നു. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ധാതുമണൽ തുച്ഛമായ വിലക്ക് കർത്തയ്ക്ക് നൽകുന്നതിൽ മുഖ്യമന്ത്രിയുടെ അവിഹിത ഇടപെടൽ വ്യക്തമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ മറ്റൊരു ആരോപണം. കേരളത്തിലെ 54 ഡാമുകളിൽ 34 ഡാമുകളുടെയും ഷട്ടർ ഒരേ സമയം തുറന്ന് വെള്ളപ്പൊക്കമുണ്ടാക്കി 463 മനുഷ്യജീവനും 2000 കോടി രൂപയുടെ നാശനഷ്ടവും ഉണ്ടാക്കിയതിനു പിന്നിലുള്ള ഉദ്ദേശവും സംശയാസ്പദമാണെന്നും ഹർജിയിൽ പറയുന്നു. കോടതി വിധി മാത്യു കുഴൽനാടന് തിരിച്ചടിയാണെങ്കിലും നിയമപോരാട്ടം തുടരുമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. കോടതിയുടെ തീരുമാനം അപ്രതീക്ഷിതമാണെന്നും വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും കുഴൽനാടൻ കൂട്ടിച്ചേർത്തു.